ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമോടി ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3 പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹെയർ നല്ല തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ടില്ല, ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയറും തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. അത് ഒരുപാട് ലെയർ ആയിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു യു ഷേപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഹെയർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ നല്ല ലെങ്ത് ഉണ്ട് ഹെയറിന്, നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യും, കെട്ടിയും ഒക്കെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാനിന്ന് കാർബൺ ലേസറും ഓക്സിജനോ ഫേഷ്യലും അത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് ഞാൻ കാണിക്കുന്നില്ല. കാരണം ഫേസ് കാണിക്കാൻ കൂടുതൽ ആൾക്കാർക്കും താല്പര്യമില്ലാത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് അത് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് മാത്രം, അതെന്തുവാണെന്നും മാത്രം കാണിക്കുന്നുണ്ട്. ഓക്സിജനോ എന്ന് പറയുന്നത് എന്താണെന്നും കാർബൺ ലേസർ എന്താണെന്നും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാനത് രണ്ടും ജസ്റ്റ് ഇതിനകത്ത് നിന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഈ തിന്നായിട്ടുള്ള ഹെയർ ആകുമ്പം ഫേസിന് ചേരുന്ന രീതിയിൽ അഴിച്ചിട്ടുകൊണ്ട് നടക്കണം, കെട്ടി വെക്കണം, ആ രീതിയിൽ. എന്നാലും കൂടുതൽ അഴിച്ചിടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ഹെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതെ ഉള്ള ലെങ്തിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഹെയറിന് റൂട്ട് ടച്ച് ചെയ്യുമ്പം കെരാറ്റിൻ വേണമെങ്കിൽ ചെയ്യാം, അതല്ല ഡ്രൈനെസ് ഒന്നും ഇല്ലെങ്കിൽ റൂട്ട് ടച്ച് മാത്രം ചെയ്തു പോയാലും മതി. കാരണം ഹെയർ കളറൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറും ആണെങ്കിൽ നമുക്ക് കെരാറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, അല്ലെ റൂട്ട് ടച്ചേ വരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കെരാറ്റിൻ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ടാണ് കിട്ടിയത്. ഇത് ആ ഉള്ള ലെങ്തിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് കൂടുതലുള്ള ഹെയർ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയെ തോന്നിക്കത്തുള്ളൂ. നമുക്ക് ഹെയറിന് നാച്ചുറൽ ലുക്കാണ്. അഴിച്ചിടുകയും ചെയ്യാം, അത്യാവശ്യം കെട്ടിയും വെക്കാം. ഫേസിനൊക്കെ നല്ല ചേഞ്ചായിരുന്നു. മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുക്കണം. പ്രോട്ടീൻ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ഹെയറിന്. ഇത് രണ്ടാമത്തെ ഹെയറും തീരെ തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഇതും ഒരു ലെങ്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞ് ഒരു യു ഷേപ്പിൽ കിടന്നാൽ മതി, അത് ലെയറായിട്ട് കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെയർ കട്ട് ചെയ്തിട്ടില്ല, ലെയർ കട്ട് ചെയ്യാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു യു ഷേപ്പിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്യുകയാണേ. കെരാറ്റിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. നല്ല തിക്നെസ് ഉണ്ട് ഹെയറിന്. അതുപോലെ ഇതും അഴിച്ചിടുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. കൂടുതലിഷ്ടം അഴിച്ചിടുന്നത്, അഴിച്ചിട്ടുകൊണ്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹെയർ ഇടാം. ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യുന്നത് നല്ലതാണ്, കാരണം നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട്. ഇത് മൂന്നാമത്തെ ഹെയർ. നല്ല ഡ്രൈ ആണ് ഹെയർ. അപ്പോൾ ഈ ഹെയറിനകത്ത് ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തത്. ഇത് നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പിന്നെ കെരാറ്റിനും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഉണ്ടോ, ലെങ്ത് കുറഞ്ഞിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗി. അതുപോലെ ഒത്തിരി മുകളിൽ നിന്ന് നമ്മൾ ലെയർ കട്ട് ചെയ്തതുമില്ല. ഒരുപാട് മുകളിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ചിലപ്പം തിന്നാവും. അതുകൊണ്ട് ലെങ്ത് കൂടുതൽ വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ മുകളിൽ നിന്ന് ലെയർ ചെയ്യത്തില്ല. ബ്രാ ലെവൽ മുതലേ നമ്മൾ അതിന് തൊട്ട് മുകളിൽ നിന്ന് നമ്മളെപ്പോഴും ലെയർ കട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ക്രൗൺ ഏരിയ നമുക്ക് ഷോർട്ട് വേണമെന്ന് പറയുവാണെങ്കിൽ കുറച്ചൊന്ന് ഷോർട്ടാക്കും. ഇത് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിൻ ചെയ്യണം, ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട്.
ഇതാണ് കാർബൺ ലേസർ, അല്ലെങ്കിൽ കാർബൺ പീലെന്നും പറയും. ഇത് നല്ല റിസൾട്ടാണ് ഇതിന്. കാരണം പിഗ്മെൻറ്റേഷനാണ് ഇത് ഏറ്റവും നല്ലത്. ഡീപ്പ് പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് മാറും. 3-4 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും മാറി കിട്ടും. അതുപോലെ തന്നെ 10 ഇയർ ബാക്കുള്ള സ്കിന്ന് നമുക്ക് വരും. ഒരു ആൻറ്റി ഏജിങ് കൂടാണിത്. പിന്നെ നമ്മൾ കെയറിങ് എന്ന് പറയുമ്പോൾ ഇത് സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം. വെയിലത്ത് പോകരുത്. വെയിലത്ത് പോകാം, പക്ഷേ സൺ പ്രൊട്ടക്ഷൻ ഇട്ടുകൊണ്ട് പോകാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. ആർക്ക് വേണമെങ്കിലും. നേരത്തെയൊക്കെ ഇതിന് സെലിബ്രിറ്റി ഫേഷ്യൽ എന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റി ഫേഷ്യലല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന ഫേഷ്യലാണിത്. ഇതാണ് ഓക്സിജനോ ഫേഷ്യൽ. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ടാൻ ഉള്ള സ്കിന്നും, അതുപോലെ സ്കിന്ന് നല്ല കട്ടി കൂടുതലുള്ള സ്കിൻ, അങ്ങനെയൊക്കെയുള്ള സ്കിന്നിന്, പിന്നെ കറുത്ത പിമ്പിൾസൊക്കെ വന്ന കറുത്ത പാടുകൾ പെട്ടെന്ന് മാറാത്ത സ്കിന്നിനും ഒക്കെ ഉള്ളതാണിത്. ഇതിൻ്റെ കണ്ടോ ഈ സ്റ്റോൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാജ് ചെയ്യുമ്പോൾ കണ്ടോ ബബിൾസ് പുറത്തേക്ക് വരുന്നത്, അത് ഈ സ്റ്റോൺ ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ബബിൾസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 3 മാസം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്